Hello my dear friends, welcome to SciPro. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ സിലബസ് നോക്കാം. ആർക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം? നിങ്ങൾക്ക് MSc വേണം. MSc ലൈഫ് സയൻസ് ആകാം, അതായത് ബോട്ടണിയോ സുവോളജിയോ ബയോടെക്നോളജിയോ ബയോകെമിസ്ട്രിയോ അങ്ങനെ ലൈഫ് സയൻസിൽ വരുന്ന ഏരിയ ഇഷ്ടംപോലെ ഉണ്ട്. മോളിക്കുലാർ ബയോളജിയോ മോളിക്കുലാർ ജെനറ്റിക്സോ ബയോ ഇൻഫോർമാറ്റിക്സോ ബയോഫിസിക്സോ MSc ഏതും ലൈഫ് സയൻസിൽ വരുന്ന പല പല കാറ്റഗറി ഉണ്ടല്ലോ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ MSc കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, MSc മൈക്രോബയോളജിക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ MSc എൻവയോൺമെൻറ്റൽ സയൻസുകാർക്കും. ഓക്കെ, എൻവയോൺമെൻറ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ സയൻസും അതുപോലെ തന്നെ അതിൻ്റെ കുറേ വേരിയേഷനൊക്കെ ഉണ്ടാവും എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ഈ 4 ആളുകൾക്കും അപ്ലൈ ചെയ്യാം. എൻവയോൺമെൻറ്റൽ സയൻസ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോടെക്നോളജി, മൈക്രോബയോളജി, പിന്നെ വരുന്ന ആളുകളാണ് ലൈഫ് സയൻസ്. അതായത് അതിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതായത് മനസ്സിലാവുന്നുണ്ടല്ലോ. ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ലൈഫ് സയൻസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ പഠിച്ച ആളുകൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു വലിയ സിലബസാണ്. നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസമോ 3 മാസമോ ഒക്കെ കിട്ടുള്ളൂ പഠിക്കാനായിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും വാസ്റ്റായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അതായത് 4 സബ്ജക്റ്റിൻ്റെ MScക്കാർ എന്തൊക്കെ പഠിക്കാറുണ്ട് അതെല്ലാം കമ്പൈനായിട്ട് പഠിക്കേണ്ടി വരും. കുറേയൊക്കെ അങ്ങനെ തന്നെ. കെമിസ്ട്രിയിൽ അത്രയും ഇല്ല. ഓക്കെ, ബാക്കി സബ്ജക്റ്റിലൊക്കെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. നമുക്കപ്പോൾ ആദ്യം മൈക്രോബയോളജിയുടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ സിലബസ് കാണാമല്ലോ. ഈ സിലബസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്രോബയോളജി തന്നെ ബയോടെക്നോളജിയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇമ്മ്യൂണോളജിയും ബയോടെക്നോളജിയുടെ ഒപ്പമാണ് വരുന്നത്. അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സപ്പായിട്ടാണ് കിടക്കുന്നത്. ഒരിടത്ത് കാണുന്ന ആളുകളെ അപ്പുറത്തും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിലബസ് കണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ PhD ഒന്നും വേണ്ട, സയൻറ്റിസ്റ്റായിട്ട് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് PhD പോസ്റ്റ് ഡോഗ് ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസും കാര്യങ്ങളും പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യണ അങ്ങനെ അതിൻ്റെ ഹെഡ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. ഇത് ഈസി ആയിട്ട് PSCയുടെ ഒരു ചാൻസാണ്. അപ്പോൾ നമുക്ക് 2022 നേരത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. SciProയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ആദ്യം നമുക്ക് മൈക്രോബയോളജിയുടെ നോക്കാം. മൈക്രോബയോളജിയിൽ 25 മാർക്കാണ് വരുന്നത്. ഓക്കെ, 25 മാർക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 മാത്രമല്ല, കുറച്ചും കൂടി അപ്പുറത്തും കിടപ്പുണ്ട്. ബയോടെക്നോളജിയിലും മൈക്രോബയോളജി കിടപ്പുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 25 മാർക്ക് എങ്ങനെ മേടിച്ചെടുക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ 25 മാർക്ക് എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി. ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പ് ഈസി ആയിട്ട് പഠിക്കാം. നമ്മളെപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് യൂസസ് എന്തൊക്കെ വരും, അതിൽ ഡീപ്പായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്, അല്ലേ? അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ഇൻസ്ട്രുമെൻറ്റും എങ്ങനെയൊക്കെയാണ്, അതിൽ ഓരോ ഇമേജും എന്തിനായിരിക്കും നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും പഠിക്കാനായിട്ട്. അതായത് ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതെനിക്കറിയാം, പക്ഷേ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഏതാണ് ആ ഇൻസ്ട്രുമെൻറ്റ്, അത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓരോ ടെക്നിക്സും. ഓക്കെ,
മൈക്രോസ്കോപ്പി ടെക്നിക്സിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണം? ലൈറ്റ് മൈക്രോസ്കോപ്പി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി, അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ പഠിക്കുക. ഇത്രയാണ് നമുക്ക് മൈക്രോസ്കോപ്പി ടെക്നിക്സ് വരുന്നത്. അപ്പം നമ്മൾ ചോദിക്കും ഇത്രയും പഠിച്ചാൽ മതിയോ? ഇനിയും പലതരത്തിലുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്, അതും കൂടി നമ്മൾ പഠിക്കണം. എപ്പോഴും സിലബസിൽ നമ്മൾ ചിലപ്പോൾ കാണാത്ത ഏരിയയും മൈക്രോസ്കോപ്പ് തന്നെയാണ് അല്ലേ, അത് നമ്മൾ ഇതിലില്ലാത്തതും കൂടി നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സിലബസിൻ്റെ ലാസ്റ്റ് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് നോക്കിയോ. എല്ലാവർക്കും എപ്പോഴും സിലബസിലുള്ളത് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇല്ലാത്തത് എന്തിനാണ് പഠിക്കണേന്നൊക്കെ ചോദിക്കും അല്ലേ. പക്ഷേ നമുക്ക് എന്തും നമ്മളോട് ചോദിക്കാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഏരിയ കുറച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലാതെ പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയാവരുത്. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എഴുതാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പ് എല്ലാം തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യണത് ഏതൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി സ്റ്റെയിനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റെയിനിങ് പഠിക്കുമ്പോഴത്തേക്കും എന്തിനാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റെയിനിങ് മെത്തേഡ് ഉണ്ട്, ഏതൊക്കെ നമ്മുടെ ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ ഓർഗനൽസ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലേ, ഏതൊക്കെ സ്റ്റെയിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്, പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ നമ്മുടെ മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ചില സ്പെഷ്യൽ ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഏതൊക്കെ സ്റ്റെയിനിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ലിപ്പിഡിന് ഏത് യൂസ് ചെയ്യും, പിന്നെ നമ്മൾ കുറച്ച് ഫ്ലൂറോക്രോമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, DNA-ക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ പോയിൻ്റൊക്കെ ഇവിടെയും പഠിക്കേണ്ടി വരും. ഓക്കെ, എൻഡോസ്പോർ സ്റ്റെയിനിങ് അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ടെക്നിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റെറിലൈസേഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഹോസ്പിറ്റൽസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ എന്തൊക്കെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറേ കെമിക്കൽസ് ഉണ്ട്. അത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻഡോസ്കോപ്പൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഏതൊക്കെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അവിടെയാണെങ്കിൽ എന്താ, നമ്മുടെ ഓട്ടോക്ലേവ് പോലെയല്ല, പെട്ടെന്ന് എല്ലാം ക്ലീനായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ETOയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഫിസിക്കൽ മെത്തേഡ്സ് അല്ലേ, ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷനൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് മിക്കപ്പോഴും ഒരു 2-3 പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ASന് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ PSCയുടെ പറഞ്ഞു നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ASനേക്കാളും കുറച്ചും കൂടി ടഫായിരിക്കും ഈ വരുന്ന ASൻ്റെ എക്സാമിനേഷൻ. കാരണം എന്താണ്, നേരത്തെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും PSCയിൽ അത്രത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ എന്ന് പറയുന്നത് എന്താ, PSC കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ASനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഉണ്ടാവും. ഇനി അടുത്തത് സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് കലോറിമെട്രി. ഓക്കെ, ഇത് ഇഷ്ടംപോലെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലും ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. NMR ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ, നമ്മുടെ ASൻ്റെ തന്നെ എൻവയോൺമെൻറ്റ് സയൻസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒറ്റ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളോർക്ക് എൻവയോൺമെൻറ്റ് സയൻസിന് വേറെ സിലബസ് ആണോ? അല്ല, നമുക്ക് 4 ടോപ്പിക്ക് പറഞ്ഞില്ലേ ഞാൻ, ഏതൊക്കെയാണ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അവർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ അല്ലേ, സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് കലോറിമെട്രി. പക്ഷെ നമ്മൾ ഇതിൽ ഓരോരുത്തരെയും പഠിക്കേണ്ടി വരും.
ഓക്കെ, NMR പഠിക്കേണ്ടി വരും, MS പഠിക്കേണ്ടി വരും. അങ്ങനെ ഓരോ ആൾക്കാരെയും IR, അതുപോലെ തന്നെ നമ്മുടെ UV വേസ്, അങ്ങനെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ നമുക്ക് പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട്. ഇനി അടുത്തൊരു വലിയ ആളാണ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്. അപ്പോൾ ഇതിലും നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. എന്തൊക്കെയാണ്? അഡ്സോർപ്ഷനിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്, പാർട്ടീഷനിൽ വരുന്ന ആളുകളുണ്ട്, പിന്നെ അയൺ എക്സ്ചേഞ്ച് ഉണ്ട്, ജെൽ ഫിൽട്രേഷൻ ഉണ്ട്, HPLC ഉണ്ട്, FPLC ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ക്രൊമാറ്റോഗ്രഫിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അല്ലേ, അതായത് പൊള്യൂട്ടൻ്റാണ്. അപ്പോൾ ഓരോ പൊള്യൂട്ടൻറ്റും നമ്മൾ ഏതൊക്കെ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുക, അതിൻ്റെ ഡിറ്റക്ഷൻ, ക്വാണ്ടിഫിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏത് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോഫോട്ടോമെട്രി എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പല സെക്ഷനിൽ നമുക്ക് ഈ 4 സബ്ജക്റ്റിലും അതെല്ലാം കയറി വരുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് പഠിക്കണം. കെമിസ്ട്രിയിലും ഇതുണ്ട്. ഓക്കെ, കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ്, അതായത് UV വിസിബിൾ, IR, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ഇത് തന്നെ എവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് സയൻസിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കത് കൂടുതൽ പഠിക്കണം. ഓക്കെ, ബയോടെക്നോളജിയിലും ഉണ്ട് അല്ലേ, ബയോടെക്നോളജിയിലും കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി ഉണ്ട്. അപ്പോൾ 4ലും ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെന്താ എല്ലാമേ പഠിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മാർക്ക് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. 1, 2, 3 ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സ്പെക്ട്രോഫോട്ടോമെട്രി അതുപോലെ ഡീപ്പായിട്ട് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്രൊമാറ്റോഗ്രഫിയും, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ ഡീപ്പായിട്ട് പഠിക്കണം. ഇനി ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ്, നമ്മുടെ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡിനൊക്കെ വേണ്ടി അല്ലേ, നമുക്ക് PCR ഒക്കെ പഠിക്കണം. പിന്നെ ഓരോ നമ്മൾ മൈക്രോബ്സിനെയൊക്കെ അനലൈസ് ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിക്കണം. ബയോടൈപ്പിംഗ്, സെറോടൈപ്പിംഗ്, പിന്നെ ആ ഒരു സീക്വൻസിങ്ങും ജീൻ എക്സ്പ്രഷൻ അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതും നമ്മുടെ 4ലും വരുന്നതായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏത്? നമ്മുടെ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പി ഉണ്ട്, സ്റ്റെയിനിങ് ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈ ഏരിയയിൽ? അപ്പോൾ മൈക്രോസ്കോപ്പി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്റ്റെയിനിങ്ങിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി നമുക്ക് 4ലും ഉണ്ട്. അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ് ഒക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബിയൽ ഫിസിയോളജി. മൈക്രോബിയൽ ഫിസിയോളജി എന്നുള്ള ഒറ്റ വാക്കിൽ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്ക് അതിൽ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമുക്ക് പറയാം. മൈക്രോബിയൽ ഫിസിയോളജി അതിലെന്തൊക്കെയാണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡീസൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ബാക്ടീരിയ എന്താണ്, യൂക്യാരിയോട്ട് എന്താണ്, ആർക്കിയ എന്താണ്, അങ്ങനെയൊക്കെ പഠിക്കണം. അവരുടെ ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ബാക്ടീരിയയുടെ ഡിഫറെൻറ്റ് ഫോംസ്, അവരുടെ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈസ്റ്റ് എന്താണ്, മോൾഡ് എന്താണ്, വൈറസ് എന്താണ്, ബാക്ടീരിയോഫേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ആക്ടിനോമൈസെറ്റിനെയൊക്കെ പറ്റി പഠിക്കണം. ഓക്കെ, അതാണ് ജനറൽ മൈക്രോബയോളജിയിൽ ആദ്യത്തെ വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെപ്റ്റിഡോഗ്ലൈക്കനും കാര്യങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സ്റ്റെയിനിങ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഉണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇഷ്ടം പോലെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് എഫക്റ്റ്? ഓക്കെ, നമ്മുടെ മൈക്രോബിയൽ സെൽസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ എഫക്റ്റ് അല്ലേ, പിന്നെ നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണത്, നമ്മുടെ ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ MIC വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഡൈല്യൂഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, MIC വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. ഓക്കെ, പിന്നെ നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇൻക്ലൂഷൻ ബോഡീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടില്ല അല്ലേ, ഇൻക്ലൂഷൻ ബോഡീസ്. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ഇൻക്ലൂഷൻ ബോഡീസ് അല്ലാതെ പിന്നെ അവരുടെ ഫ്ലജല്ലേനെ പറ്റി പഠിക്കാനുണ്ട്, പ്ലാസ്മ മെമ്പറൈനെ പറ്റി പഠിക്കാനുണ്ട്,
പ്ലാസ്മിഡിനെ പറ്റി പഠിക്കാനുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ബാക്ടീരിയയിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലേ, നമ്മുടെ ക്യാപ്സ്യൂളും കാര്യങ്ങളും എല്ലാം പഠിക്കണം. പിന്നെ എൻഡോസ്പോർ പഠിക്കണം, അതിൻ്റെ സ്ട്രക്ചറും ഫോർമേഷനും സ്റ്റേജസ് ഓഫ് സ്പോറിലേഷനും ഒക്കെ. അപ്പോൾ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതൊക്കെയാണ്, ഇനി ഏതൊക്കെ ആർക്കിയ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എൻഡോസ്പോർ പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ നേരത്തെ സ്റ്റെറിലൈസേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെറിലൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡോസ്പോറിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതൊക്കെ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഫിസിക്കൽ സ്റ്റെറിലൈസേഷന് ഏതൊക്കെ പറ്റും എൻഡോസ്പോറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, ഇനി ഏതൊക്കെ കെമിക്കൽസിന് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. ഓക്കെ, ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓൺ മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, അത് പഠിക്കുക, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ സൈക്രോഫൈൽസ് എന്താണ്, തെർമോഫൈൽസ് എന്തൊക്കെയാണ്, അവരുടെ എക്സാമ്പിൾസ്. നമുക്ക് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എപ്പോഴും നമുക്ക് ഓരോരോ ആൾക്കാർ മൈക്രോബയോളജിക്ക് നമുക്ക് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ട്. കാരണം എന്താ, നമുക്ക് ഓരോ ആൾക്കാരെയും പഠിക്കാനുണ്ട്. നമ്മുടെ ഈ പൊള്യൂട്ടൻ്റായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ചിലപ്പോൾ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ ഏതാണ്, സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ ഏതാണ്, ഇപ്പോൾ കീമോലിത്തോട്രോപ്പ് ഏതൊക്കെയാണ്, കീമോ ഓർഗാനോ ഹെറ്ററോട്രോപ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ ബാക്ടീരിയയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, അതെല്ലാം നോക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ പഠിക്കും, വേറെ രീതിയിൽ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പൊക്കോളണം. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിജൻ pH ഒക്കെ അനുസരിച്ച് എന്താണ്, നമുക്ക് എനേറോബ് ഉണ്ട്, എയറോബ്സ് ഉണ്ട്, ഫാക്കൾട്ടേറ്റീവ് എനേറോബ്സ് ഉണ്ട്, മൈക്രോ എയറോഫിൽസ് ഉണ്ട്, അവരുടെ എക്സാമ്പിൾസ് ഒക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് പറയാം കെമ്പൈലോബാക്ടർ ഒക്കെ ഇതിലാണ് വരുന്നത്, ഈക്കോള ഏതിലാണ് വരുന്നത്, സാൽമണല്ല ഏതിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിച്ചോളണം. പിന്നെ അസിഡോഫൈൽസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതെപ്പോഴും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുമുണ്ട്. ഇനി ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൾച്ചർ മീഡിയനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ബാക്ടീരിയക്കും എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്, അവർക്ക് വളരണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ മോഡ് ഓഫ് ബാക്ടീരിയൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻ ബൈ ബാക്ടീരിയ, നമ്മുടെ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതിന് എന്തൊക്കെ മെക്കാനിസംസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഡീപ്പായിട്ട് പോകാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ സോളിഡ് ആൻഡ് ലിക്വിഡ് മീഡിയ, അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കൾച്ചർ മീഡിയ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്, പിന്നെ കുറച്ചും കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ മീഡിയ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഷിജല്ല ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, സാൽമണലൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്താണ്, അതുപോലെ എൻറിച്ച്ഡ് മീഡിയ എന്താണ്, ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലെജിയോണലിലൊക്കെ ഏതാണ് നമ്മൾ മീഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ ആളുകളെയും പഠിക്കാനുണ്ട്. ലെജിയോണലിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൾച്ചറിങ് മെത്തേഡ്സ്, സ്ട്രീക്ക് പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പോർ പ്ലേറ്റ്, അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതെല്ലാം പഠിച്ചോളണം. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ലാബിൽ, ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റുകാരാവട്ടെ, മൈക്രോബയോളജി പഠിച്ച ആളുകളായിരിക്കണം എന്നില്ല അല്ലേ. ഇപ്പോൾ ബോട്ടണി സുവോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മൈക്രോബയോളജിയൊക്കെ കുറേശ്ശെ പഠിക്കുന്നുണ്ടാകും, എൻവയോൺമെൻറ്റ് സയൻസ് കാര്യം കുറേശ്ശെയൊക്കെ പഠിക്കുന്നുണ്ടാകും, ബയോടെക്നോളജിക്കാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ടാവും ഈ സബ്ജക്റ്റ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് ഒട്ടുമേ അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലേ പഠിപ്പിച്ചെടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ചാൻസ് കിട്ടുമ്പോഴത്തേക്കും പഠിക്കാതിരിക്കരുത്. അപ്പോൾ ലൈഫ് സയൻസുകാർക്ക് മിക്കവാറും നമ്മൾ പറയുക ചാൻസ് കുറവാണ്, നമുക്ക് ഈ വർഷവും അധികമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് കളയരുത്, നന്നായിട്ട് പഠിക്കുക. പിന്നെ കൾട്ടിവേഷൻ ഓഫ് എയറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ, അതിൽ ഈ അനേറോബിക് ആൾക്കാരുടെ കൾട്ടിവേഷൻ അത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൾച്ചർ പ്രിസർവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ, ഗ്രോത്ത് കർവ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ മൈക്രോബിയൽ ഗ്രോത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രോബ്ലംസൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ വൈറൽ ഗ്രോത്ത്,
അത് ലൈറ്റിക്, ലൈസോജനിക്, എല്ലാവർക്കും പഠിക്കാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് എപ്പോഴും വൈറസ് കൾട്ടിവേഷനൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. വൈറൽ ആൻഡ് ബാക്ടീരിയോഫേജ്, പിന്നെ നമുക്ക് ഓരോരോ വൈറസിനെയൊക്കെ പഠിച്ചിട്ട് അവരായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെറ്റബോളിസം. ഓക്കെ, ഇത് നേരത്തെ നമ്മുടെ PSC ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യനൊന്നും ചോദിക്കാറില്ല. പക്ഷേ റീസെൻ്റായിട്ട് മെറ്റബോളിസം എന്നുള്ളൊരു ഏരിയ PSCക്ക് ഇഷ്ടമാണ്. അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഇപ്പോൾ ബാക്ടീരിയൽ മെറ്റബോളിസം എന്നുള്ള ഒരു ഒറ്റ ഏരിയയിൽ എന്തൊക്കെ വരും? നമുക്ക് ലിപ്പിഡിൻ്റെ കാറ്റബോളിസവും അനബോളിസവും പഠിക്കണം, അല്ലേ? എങ്ങനെയാണ് സിന്തസിസ്, എങ്ങനെയാണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ. അതുപോലെ തന്നെ അമിനോ ആസിഡ് സിന്തസിസ് എങ്ങനെയാണ്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്, അല്ലേ? ഇപ്പോൾ നൈട്രജൻ അസിമിലേഷൻ, നൈട്രജൻ ഫിക്സേഷനൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ അല്ലാതെയും നമുക്ക് പഠിക്കണം, എന്നാലും ഈ ഒരു ഏരിയയിൽ അങ്ങനെ അമിനോ ആസിഡിൻ്റെ പഠിക്കണം, ലിപ്പിഡിൻ്റെ പഠിക്കണം, കാർബോഹൈഡ്രേറ്റിൻ്റെ തന്നെ പല പല സൈക്കിൾസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല. ഇപ്പോൾ നമ്മുടെ TCA, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, പിന്നെ ഗ്ലൈക്കോളൈസിസ്, ഗ്ലൂക്കോനിയോജനസിസ്, അങ്ങനെ ഇതെല്ലാം എന്താണ് ബാക്ടീരിയൽ മെറ്റബോളിസത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എല്ലാം വേണ്ട, അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മളൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ലിപ്പിഡൊക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ? അമിനോ ആസിഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്കാണെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്, ഇവർക്ക് അങ്ങനെയില്ല, അല്ലേ? ഇപ്പോൾ നമുക്ക് ട്രിപ്റ്റോഫാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല, പക്ഷേ അവരുടെയിൽ അതും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അവരതൊക്കെ സിന്തസൈസ് ചെയ്യേണ്ട. അപ്പോൾ എങ്ങനെയാണ്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ എനർജി ജനറേഷൻ, ATP, ഓരോ സൈക്കിളിലും എത്രത്തോളം ATP ജനറേറ്റ് ചെയ്യുന്നുണ്ട്, NADH+H+ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ATP വാല്യൂ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ ഫെർമെൻറ്റേഷൻ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കണം. പിന്നെ മൈക്രോബിയൽ ജെനറ്റിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നുണ്ട്? നമുക്ക് DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പ്ലാസ്മിഡ്, ജനറ്റിക് റീകോമ്പിനേഷൻ, പിന്നെ നമ്മുടെ കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷനൊക്കെ മൈക്രോബിയൽ ജെനറ്റിക്സിൽ വരുന്നൊരു ഏരിയ ആണ്. അത് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി. ഇത് എൻവയോൺമെൻറ്റൽ സയൻസിലും കൂടി വരുന്ന ഒരു ഏരിയ ആണ്. എന്തൊക്കെയാണ്? സോയിൽ മൈക്രോബയോളജി, മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സോയിൽ മൈക്രോബ്സ്, ഏതൊക്കെ ഫൈലോ ആണ് സോയിലിൽ കൂടുതലുള്ളത്, ഫംഗസ് ഒക്കെ ആണെങ്കിൽ ഏതൊക്കെയാണ് ഉള്ളത്, വൈറസ് ഏതൊക്കെയാണ് ഉള്ളത്, നമ്മുടെ ബാക്ടീരിയ ഏതൊക്കെയാണ് ഉള്ളത്, പിന്നെ നമ്മൾ സോയിൽ സാമ്പിൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എടുക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് സോയിൽ മൈക്രോബയോളജിയിൽ പഠിക്കും. പിന്നെ അക്വാട്ടിക് മൈക്രോബയോളജിയിലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. നമ്മൾ എങ്ങനെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുന്നു തൊട്ട് അതിൻ്റെ ഫുൾ അനാലിസിസും നമ്മളിവിടെ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അക്വാട്ടിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, അല്ലേ? അത് എങ്ങനെയാണ് പൊള്യൂട്ട് ആവുന്നത്, അതൊക്കെ വേറെ ഏരിയയിൽ നമ്മൾ പഠിക്കും, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദെയർ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ ഓരോ ലെയറിലും ഏതൊക്കെ മൈക്രോബ്സ് ആണ്, സർഫസിൽ ഏതാണ്, ബോട്ടമിൽ ഏതാണ്, അങ്ങനെയുള്ള, അതായത് വാട്ടറിൻ്റെ ബോട്ടം ലെയർ, സർഫസ് ലെയർ, അതൊക്കെ ഏത് മൈക്രോബ്സ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദെയർ ഗ്രോത്ത്, വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ പബ്ലിക് വാട്ടർ സപ്ലൈയേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും, ഓരോ പൊള്യൂട്ടൻറ്റും എത്രത്തോളമാണ് വരേണ്ടത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, നമ്മുടെ ഈക്കോളയൊക്കെ വരുമല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യം പഠിക്കണം. അതെപ്പോഴും ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരെ PCBയുടെ എക്സാമിനേഷന് വന്നിട്ടുണ്ട്. PCBയുടെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിനേഷന് അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നമുക്കും ചിലപ്പോൾ വന്നുകൂടാന്നില്ല. ഓക്കെ, അത് പഠിക്കണം. പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, പിന്നെ ഇവിടെ BOD എന്താണ്, COD എന്താണ്, നിങ്ങൾക്ക് അവിടെ ജോബിന് കയറിയാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ BOD COD ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളണം. പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പ്, അതിൻ്റെ മെത്തേഡ്സ്, യൂട്രോഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആൽഗൽ ബ്ലൂം, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വൈറൽ ഡിസീസ് പഠിക്കണം, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസ് പഠിക്കണം. പിന്നെ നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസ്, ഇപ്പം നമ്മുടെ നെഗ്ലേറിയൊക്കെ ഉണ്ടല്ലോ, അക്കാൻഡമീബ, അതെല്ലാം നമ്മൾ പഠിക്കണം. അതൊക്കെ ഇതിലിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളത് പഠിക്കാൻ, അല്ലേ, റെസ്പോൺസിബിളാണ്.
ഇനി അടുത്തത് എയറോബയോളജി. എന്തൊക്കെയാണ് അറ്റ്മോസ്ഫറിക് ലെയേഴ്സ്, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓർഗാനിസംസ് ഇൻ എയർ, അത് കുറച്ചേ ഉള്ളൂ, അത് നമ്മൾ പഠിക്കണം. നമ്മൾ എയർ ബോൺ ഡിസീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ എയർ സാമ്പിൾ അനാലിസിസ്, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ, ഡിസീസ് ഫോർകാസ്റ്റിംഗ് ഇൻ പ്ലാന്റ്സ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയായി, എയറോസോൾസ്, ഇൻഫെഷ്യസ് ഡസ്റ്റ്, പിന്നെ അതിൻ്റെ സാമ്പിളിങ്ങും, പിന്നെ എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് ഹാംഫുൾ മൈക്രോബ്സ് ആൻഡ് എയർബോൺ ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ അടുത്തൊരു ഏരിയയാണ് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ. അത് നമ്മൾ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എല്ലാം പഠിക്കണം. അതിൽ ഡീപ്പായിട്ട് ഓരോ സൈക്കിളിലും വരുന്ന മൈക്രോബ്സ്, അവരുടെ ഡ്യൂട്ടി, അത് നന്നായിട്ട് പഠിക്കണം. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് മിക്കപ്പോഴും വരും, അത് എപ്പോഴും നമ്മൾ തെറ്റിക്കാനും സാധ്യതയുള്ള ഒരു ഏരിയയാണ് മൈക്രോബ്സിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ സൈക്കിൾസും ബയോജിയോ കെമിക്കൽ സൈക്കിൾസിൽ വരുന്ന ആൾക്കാരെ പഠിക്കണം. ഇനി അടുത്തത് മൈക്രോബ് ഇൻട്രാക്ഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വലിസം, സിനർജിസം, കമൻസാലിസം, കോമ്പറ്റീഷൻ, അമൻസാലിസം, പാരസിറ്റിസം, പ്രൊഡക്ഷൻ, നമ്മുടെ മൈക്രോറൈസേനെയൊക്കെ പറ്റി ഡീപ്പായിട്ട് ഇവിടെ പഠിക്കണം. ഇനി അടുത്തത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ടോപ്പിക്കാണ് എന്ത്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സീനോബയോട്ടിക് മെറ്റബോളിസം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നത്, ഏതൊക്കെ സോഴ്സസ് ഉണ്ട്, എന്തിന് നമ്മളിത് മാനേജ് ചെയ്യണം, ഏതൊക്കെ രീതിയുണ്ട് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ, ലാൻഡ് ഫിൽ, കമ്പോസ്റ്റിംഗ്, വെർമി കമ്പോസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ വെർമി കമ്പോസ്റ്റിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ്, നമ്മുടെ എർത്ത് വോം ഉണ്ടല്ലോ അതിൻ്റെ സ്പീഷീസ് ഏതൊക്കെയാണ്, ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു നേരത്തെ. അതുപോലെ തന്നെ എനേറോബിക് ഡൈജസ്റ്റേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. അപ്പോൾ അവിടെയും നമ്മുടെ കുറേ ബാക്ടീരിയ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബയോറിയാക്ടർ ഡിസൈൻ, ഏതൊക്കെ ബയോറിയാക്ടറാണ് യൂസ് ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന്, അനേറോബിക് ഡൈജസ്റ്റേഴ്സ്, എയറോബിക് റിയാക്റ്റൻറ്റ് ആൻഡ് മെംബ്രെയിൻ ബയോറിയാക്ടർ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സീനോബയോട്ടിക് മെറ്റബോളിസം. അതിൽ നമുക്ക് പുതിയ പൊള്യൂട്ടൻസ്, ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻവയോൺമെൻറ്റ് സയൻസുകാർക്ക് അത് ഈസി ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പെർസിസ്റ്റൻസ് ആൻഡ് ബയോമാഗ്നിഫിക്കേഷൻ, റീകാൽസിട്രൻറ്റ് ഹാലോ കാർബൺസ്, നൈട്രോ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്, അങ്ങനെ ഓരോരോ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പെട്രോളിയം ഹൈഡ്രോ കാർബൺസ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മൈക്രോബിയൽ ഡീടോക്സിഫിക്കേഷൻ എങ്ങനെയാണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സീനോബയോട്ടിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇവരെങ്ങനെയാണ് നമ്മുടെ ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്നത്, അതും കൂടി നമ്മളിവിടെ പഠിക്കണം. നമുക്ക് phase 1 phase 2 റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ബയോ റെമഡിയേഷൻ ഓഫ് പൊള്യൂട്ടഡ് എൻവയോൺമെൻറ്റ്, അതായത് നമുക്കിപ്പോൾ ഒരു ഓയിൽ സ്പില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതൊക്കെ മൈക്രോബാണ് ഉള്ളത്, ഏതൊക്കെ സയൻറ്റിസ്റ്റ് അവിടെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബയോ റെമഡിയേഷനിൽ വരുന്നുണ്ട്, അതെല്ലാം പഠിച്ചോളാം. ഹെവി മെറ്റൽസ്, ഓയിൽ സ്പിൽസ്, ഹെവി മെറ്റൽസ് ആൻഡ് അതർ സീനോബയോട്ടിക്സ്. ഓക്കെ, മൈക്രോബിയൽ ലീച്ചിങ് ആൻഡ് കൊറോഷൻ ഓഫ് മെറ്റൽസ്, ഈ ഏരിയ ഒക്കെ കുറേശ്ശേ ഉള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അപ്പോൾ നമുക്കത് കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അടുത്തത് മൈക്രോബിയൽ ബയോസെൻസർ, അതായത് പൊള്യൂട്ടൻസിനെയും അതിൻ്റെ മെറ്റബോളിസും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള മൈക്രോബിയൽ ബയോസെൻസർ ഉണ്ട്. നമ്മുടെ അനലൈറ്റ്, അതാണ് നമ്മൾ പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അതിനെ സെൻസ് ചെയ്ത് നമുക്ക് പറയാം ഒരു ബയോ റിസപ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം അത് എന്താണ് എന്ന് നമുക്കത് അറിയാൻ പറ്റും. അത് പല രീതിയിലുണ്ട്. മൈക്രോബിയൽ ബയോസെൻസർ ഉണ്ട്, വോൾ സെൽ ബയോസെൻസർ ഉണ്ട്, എൻസൈം ബേസ്ഡ് ബയോസെൻസർ ഉണ്ട്, ആൻഡ് ഇമ്മ്യൂണോ സെൻസേഴ്സ്. അപ്പോൾ ഓരോരോ സെൻസർ ഏതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തതാണ് ഫുഡ് മൈക്രോബയോളജി. ഫുഡ് മൈക്രോബയോളജിയിൽ നമുക്കൊരു ചെറിയ ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് മിസ്സാകാനുള്ള ഒരു സാധ്യത ഫുഡ് മൈക്രോബയോളജിയിലുണ്ട്. അപ്പോൾ നമ്മളതിൽ ബേസിക്കായിട്ട് ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസംസ് പഠിക്കണം. പിന്നെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ബാക്ടീരിയ, മോൾഡ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, പിന്നെ ഈ നമ്മുടെ ഫുഡിൽ
എന്തുകൊണ്ടാണ് ഇവർ വളരുന്നത് അല്ലേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് പഠിക്കണം. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, പിന്നെ മിൽക്ക് മൈക്രോബയോളജി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ മിൽക്ക്, സോഴ്സസ് ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷന് അത് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ്, മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് മിൽക്ക്, പിന്നെ ഫുഡ് ഫെർമെൻറ്റേഷൻ, അതിൽ നമുക്ക് ചീസ്, ബ്രെഡ്, യോഗട്ട്, ഇഡ്ലി, ഫെർമെൻറ്റഡ് പിക്കിൾസ് ആൻഡ് ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്, ഐസ്ക്രീംസ്, അതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ SCP, പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, നമ്മൾ മൈക്രോബയോമിനെയൊക്കെ പറ്റി പഠിക്കണം. പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും മൈക്രോബയോമൊക്കെ ഇവിടെ പഠിക്കണം. പിന്നെ നമ്മുടെ സ്പോയിലേജ്, ഏതൊക്കെ തരത്തിലുള്ള സ്പോയിലേജ് ഉണ്ട്, സ്പോയിലേജ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഒരെണ്ണം ഷുവറാണ്. ഓക്കെ, അത് പഠിക്കണം. ഇനി അടുത്തത് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ പഠിക്കണം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ, ഫുഡ് സാനിറ്റേഷൻ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ HACCP, HACCP, ഇതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഹൈജീൻ. ഇത്രയാണ് മൈക്രോബയോളജിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം ബയോടെക്നോളജിയിൽ എന്തൊക്കെ പഠിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ മൈക്രോബയോളജിയിൽ നിന്നുള്ള 25 മാർക്ക് നേടാനുള്ള ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഇനി നമ്മുടെ മൈക്രോബയോളജി ബയോടെക്നോളജിയിലും വരുന്നുണ്ട്. നമുക്ക് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ബയോടെക്നോളജി സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് 4 പാർട്ടാണ്. ഏതൊക്കെയാണ്, നമുക്ക് മൈക്രോബയോളജി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എൻവയോൺമെൻറ്റ് സയൻസ് ഉണ്ട് അല്ലേ. എല്ലാത്തിനും 25 മാർക്ക് വീതം. മൈക്രോബയോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്കിനി ബയോടെക്നോളജി നോക്കാം. അപ്പോൾ ബയോടെക്നോളജിയിൽ കുറച്ചധികം വരുന്നുണ്ട്. ഓക്കെ, മൈക്രോബയോളജി ഇവിടെയും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസാണ് നമുക്ക് വന്നേക്കുന്നത്. അതായത് നമുക്കത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് 3 മാർക്ക്. അപ്പോൾ അതിലാദ്യം തന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് ഉണ്ട്, അതായത് നമ്മുടെ കെമിസ്ട്രിയാണ് ഇവിടെ കയറി വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം നമ്മൾ പഠിക്കുന്ന കുറേ ഇപ്പോൾ നമ്മളിപ്പോൾ ATP, NADPH2 അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇപ്പോൾ നമുക്ക് പറയാം ഒരു ഹയർ എനർജി ബോണ്ട് ഏതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, പിന്നെ നമ്മുടെ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ബയോ എനർജറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതാണ് കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബീർ-ലാംബർട്ട്സ് ലോ. നമുക്ക് ഇവിടുന്ന് പ്രോബ്ലംസ് വരും. കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു കേട്ടോ. ഇനി അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വിസിബിൾ അബ്സോർഷൻ സ്പെക്ട്രം, മോളാർ എക്സ്റ്റിങ്ഷൻ കോയിഫിഷ്യൻറ്റ്, കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലൂറസെൻസ്, ഫോസ്ഫോറൻസ് ഒക്കെ ഉണ്ട്. ഇത് കൂടാതെ തന്നെ കുറേ ആൾക്കാരുണ്ട്. അതായത് നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, കുറേ സ്പെക്ട്രോഫോട്ടോമെട്രി ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിവിടെ പഠിക്കണം. ഓക്കെ, ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൂടാതെ നമുക്ക് ഡീപ്പായിട്ട് എല്ലാം ഇവിടെ വരും. അടുത്തത് സെൻട്രിഫ്യൂഗേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ അതിൻ്റെ എന്തൊക്കെയാണ് നോക്കേണ്ടത്, പ്രിൻസിപ്പിൾ ഓഫ് സെഡിമെൻറ്റേഷൻ ടെക്നിക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആൻഡ് റോട്ടർ, പിന്നെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ, റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ, ഐസോപെക്നിക് സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ pH മീറ്റർ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ AAS, അതായത് അറ്റോമിക് അബ്സോർഷൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ യൂസസ്, ഏതൊക്കെ പൊള്യൂട്ടൻ്റ് ഇവിടെ വരും, ഓക്കെ, അത് നമ്മൾ പഠിച്ചോളണം. അല്ലാതെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഓരോ പൊള്യൂട്ടൻറ്റിനും ഏത് മെത്തേഡാണ് നമുക്ക് വരുന്നത്. ഓക്കെ, IR, NMR, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി ഒക്കെ നമുക്ക് നോക്കണം. മനസ്സിലായോ? ഏതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡെൻസിറ്റോമെട്രി, ഫ്ലൂറിമെട്രി, മാനോമെട്രി, പൊളാരോഗ്രാഫി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെങ്കിലും നമ്മൾ ഓരോ പൊള്യൂട്ടനും പ്രത്യേകിച്ച് ഓരോ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ ഇലക്ട്രോഫോറസിസ്, ഓക്കെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം.
പിന്നെ ഈ റേഡിയോ ഐസോട്ടോപ്സ്, അതായത് ഐസോട്ടോപ്സ് ആൻഡ് റേഡിയോ ഐസോട്ടോപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ അല്ലേ യൂണിറ്റ് ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ആപ്ലിക്കേഷൻ ഓഫ് ഐസോട്ടോപ്സ് ആൻഡ് റേഡിയോ ഐസോട്ടോപ്സ് ഇൻ ബയോളജിക്കൽ റിസർച്ച്, റേഡിയോ ഐസോട്ടോപ്പ് ട്രേസർ ടെക്നിക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എൻവയോൺമെൻറ്റൽ സയൻസിൽ പഠിക്കാൻ പോകുന്ന ഏരിയയാണ്. അപ്പോൾ അതെല്ലാം ഇതായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കൊള്ളണം. ഓക്കെ, ഇനി അടുത്തത് മോഡ്യൂൾ 2. ഓക്കെ, ബയോകെമിസ്ട്രി ആൻഡ് എൻസൈമോളജി. അപ്പോൾ എത്ര മോഡ്യൂളാണ് നമുക്ക് ഉള്ളത്? മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബയോഫിസിക്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി ആൻഡ് എൻസൈമോളജി. മോഡ്യൂൾ 3 അതായത് ബയോടെക്നോളജിയിലെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി ആണ്. പിന്നെ മോഡ്യൂൾ 4 എന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജി, തീർന്നിട്ടില്ല. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോ ടെക്നോളജി. മോഡ്യൂൾ 6 എന്ന് പറയുന്നത് റീകോമ്പിനൻ്റ് RNA ടെക്നോളജി. പിന്നെ മോഡ്യൂൾ 7 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫുഡ് ബയോടെക്നോളജി. മോഡ്യൂൾ 8 എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. പിന്നെ മോഡ്യൂൾ 9 എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി. മോഡ്യൂൾ 10 എന്ന് പറയുന്നത് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന സെക്ഷനിൽ എത്ര മോഡ്യൂളുണ്ട്? 10 മോഡ്യൂളുണ്ട് അല്ലേ. മാർക്ക് നമുക്ക് 25 മാർക്കുള്ളൂ. അപ്പോൾ നമ്മൾ 10 മോഡ്യൂൾ പഠിക്കാനുണ്ട്. കുറച്ചുണ്ട് ഈ ഏരിയയിൽ കേട്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് മോഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമുക്ക് മോഡ്യൂൾ 2 ആയിട്ടുള്ള ബയോകെമിസ്ട്രി ആൻഡ് എൻസൈമോളജി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ്? നമ്മുടെ നോർമാലിറ്റി, മൊളാരിറ്റി, പെർസെൻറ്റേജ് കാൽക്കുലേഷനൊക്കെ ഉണ്ടല്ലോ, മോൾ ഫ്രാക്ഷൻ, പാർട്സ് പെർ മില്യൺ, പിന്നെ അതിൽ നിന്നൊക്കെയുള്ള പ്രോബ്ലംസ് വരും. പിന്നെ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡും കൂടെ നമ്മളിവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ ഡിറ്റക്ഷൻ മെത്തേഡ് പഠിക്കാതെ അല്ലേ, അത് പഠിക്കാനുണ്ടാവില്ല സാധാരണ സിലബസിൽ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ എൻസൈംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ, എൻസൈം ആക്ടിവേഷൻ, എൻസൈം ഇൻഹിബിഷൻ, അതായത് എൻസൈംസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഓക്കെ, പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എൻസൈമിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പ്രോബ്ലംസ് കേട്ടോ. ഇനി മോഡ്യൂൾ 3 എന്ന് പറയുന്നത് മൈക്രോബയോളജി. ഫസ്റ്റ് തന്നെ ഏതൊക്കെയാണ്? നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, മൈക്കോപ്ലാസ്മ എല്ലാം ഉണ്ട്. ഓക്കെ, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും മോട്ടിലിറ്റിയും ഫ്ലജല്ലയും ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ നമ്മുടെ എയർ, വാട്ടർ, സോയിലിൽ ആരൊക്കെ ഉണ്ട്. ഓക്കെ, ബാക്ടീരിയൽ പോപ്പുലേഷൻ, പിന്നെ വൈറസ്, അത് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം അല്ലേ. ഫേജ് കൾച്ചർ, ബാക്ടീരിയോഫേജ്, DNA ആൻഡ് RNA ഫേജ്, T4 ഫേജ്, ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ, ഹോസ്റ്റ് സെൽ അഡ്സോർപ്ഷൻ, പെനട്രേഷൻ, സിന്തസിസ് എല്ലാം നമ്മൾ പഠിക്കണം. ഇനി അതുപോലെ തന്നെ എക്സ്ട്രീം എൻവയോൺമെൻറ്റിലുള്ള നമ്മുടെ മൈക്രോബ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ തെർമോഫൈൽസ്, ആൽക്കലോഫൈൽസ്, നമ്മുടെ സൈക്രോഫൈൽസ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പഠിക്കണം. പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് പഠിക്കണം, പ്രോട്ടോസോവൻസ് പഠിക്കണം, മൈക്കോപ്ലാസ്മ പഠിക്കണം. ഇപ്പോൾ ഈ പ്രോട്ടോസോവൻസ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ നമുക്ക് വാസ്റ്റായിട്ടുള്ള ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. പ്രോട്ടോസോവൻസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് നെഗ്ലേറിയൊക്കെ നമുക്കിവിടെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിംബയോസിസ്, ആൻറ്റിബയോസിസ് അതെല്ലാം പഠിക്കണം. പിന്നെ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, റോൾ ഓഫ് ബാക്ടീരിയ ഇൻ കാർബൺ, നൈട്രജൻ, സൾഫർ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ ഇൻ നേച്ചർ, അതായത് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ്. ഓക്കെ, അത് വേറെ സെക്ഷനിലും വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഓരോ ബാക്ടീരിയയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിഡൈസിങ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലേ, റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ, കീമോ ലിത്തോട്രോപ്പാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പഠിക്കണം. കിട്ടുന്ന ബാക്ടീരിയനെ എല്ലാം പഠിച്ചോളണം അല്ലേ. അതിൻ്റെ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ പഠിച്ചോളണം. അവരെന്തൊക്കെയാണ് അവരുടെ റോള്. ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഓരോരോ ബാക്ടീരിയ പഠിക്കും. അപ്പോൾ അവരുടെ റോള് സ്പെഷ്യലായിട്ട് നമ്മൾ പഠിച്ചോളണം.
ഇനി നമ്മുടെ കൾട്ടിവേഷൻ ഓഫ് ബാക്ടീരിയ, നമ്മൾ മൈക്രോബയോളജിയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൾച്ചർ മെത്തേഡ് അല്ലേ, പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത്, പിന്നെ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം അതിൽ വന്നു. ഓക്കെ, ഫെർമെൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ, മെത്തനോജനിക് ബാക്ടീരിയ, പിന്നെ നമ്മുടെ ഐസൊലേഷൻ ഉണ്ടല്ലോ മെത്തേഡ്സ്, സ്ട്രീക്ക് പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പോർ പ്ലേറ്റ്, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് ഒക്കെ പഠിക്കണം. പിന്നെ സ്ലാൻ കൾച്ചർ, സ്റ്റാപ്പ് കൾച്ചർ, പിന്നെ നമ്മുടെ മീഡിയ ഒക്കെ ഉണ്ടല്ലോ, സിമ്പിളും കോംപ്ലക്സും എല്ലാം നമ്മൾ പഠിക്കണം. അതായത് ഇതേതാണ് ബയോടെക്നോളജിയിൽ വരുന്ന മോഡ്യൂൾ 3. പിന്നെ അടുത്തത് പൊല്യൂഷൻ ആൻഡ് മൈക്രോബിയൽ പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് പൊല്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഫ്രം എൻവയോൺമെൻറ്റ്, പിന്നെ എത്രത്തോളം മൈക്രോബ് ഉണ്ട് നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്യൂരിഫിക്കേഷനൊക്കെ പഠിക്കണം. BOD COD ഒക്കെ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, BOD COD. പിന്നെ നമുക്ക് ഡീടോക്സിഫിക്കേഷൻ ഓഫ് പൊള്യൂട്ടഡ് വാട്ടർ വിത്ത് മൈക്രോബിയൽ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ മൈക്രോബിയൽ അനാലിസിസ് ഓഫ് പോർട്ടബിൾ വാട്ടർ. ഇനി അടുത്തതാണ് ഇൻഡസ്ട്രിയൽ മൈക്രോബ്സ് ആൻഡ് ദെയർ യൂസസ്. ഇവിടെ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ് ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് ഫുഡ്, ഡയറി ആൻഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ, പിന്നെ ആൻറ്റിബയോട്ടിക്സ്, പിന്നെ പ്രോഡക്റ്റ് ഓഫ് ഫെർമെൻറ്റേഷൻ. അതുപോലെ തന്നെ നമുക്കിവിടെ സ്ട്രെയിൻ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് പല മോളിക്കുലർ ബയോളജി ടെക്നിക്സ് വഴി നമ്മൾ സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സിന്തറ്റിക് ബയോളജിയൊക്കെ ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. അതെല്ലാം പഠിച്ചോളണം. പ്രൊഡക്ഷൻ ഓഫ് ഹെറ്ററോലോഗസ് പ്രോട്ടീൻസ്, അതെല്ലാം നമ്മൾക്ക് പഠിക്കാനുണ്ട്. DNA ടെക്നോളജി വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന മൈക്രോബ്സ്. നമുക്ക് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത് ചെറിയൊരു പാർട്ടാണെങ്കിലും നമുക്ക് ഒരുവിധം പഠിക്കാനുണ്ട്. നമുക്ക് ചിലപ്പോൾ കുറച്ച് അല്ലേ, ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയ ഫുള്ള് പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഫുഡ് പ്രിസർവേഷൻ ആൻഡ് പ്രോസസ്സിങ് ഓഫ് ഫുഡ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, കൺട്രോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിസിക്കൽ ഏജൻറ്റ്സ്, കെമിക്കൽ ഏജൻറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഏജൻറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചർ ആൻഡ് ഗ്രോത്ത്, നമ്മളത് ഓൾറെഡി മൈക്രോബയോളജിയിൽ പഠിച്ചു. അതായത് ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തല്ലോ. അതായത് നമുക്കിവിടെ യൂക്യാരിയോട്ടിക് സെൽസ്, പ്രോക്യാരിയോട്ടിക് സെൽസ്, ഗ്ലൈക്കോകാലിക്സ്, ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ, ബാക്ടീരിയൽ സെൽ വാൾ, സൈറ്റോപ്ലാസം, സ്പോർസ്, ഫ്ലജല്ല, കീമോടാക്സിസ്, റൈബോസോംസ്, പിന്നെ ന്യൂക്ലിയസ്, ക്രോമസോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിക്കണം. പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്ത് വരുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതും പിന്നെയും വരുന്നുണ്ട്. പിന്നെ ന്യൂട്രീഷൻ, അതും നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു. ന്യൂട്രീഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക്, കെമി സിന്തറ്റിക്, അതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പഠിക്കാനുണ്ട്. നമുക്ക് പർപ്പിൾ സൾഫർ ബാക്ടീരിയ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സ്, പാരസൈറ്റ്സ്, പിന്നെ പാത്തോജനിക് പാരസൈറ്റ്സ്, ഇതൊക്കെ പഠിക്കണം. പിന്നെ നമുക്ക് നൈട്രജൻ മെറ്റബോളിസം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, അതിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, ഇനോർഗാനിക് നൈട്രജൻ മെറ്റബോളിസം, അസിമുലേഷൻ ഓഫ് ഇനോർഗാനിക് നൈട്രജൻ സൈക്കിളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ ബാക്ടീരിയൽ മെറ്റബോളിസം അല്ലേ, അതെല്ലാം നമുക്ക് പഠിക്കണം. ATP, എയറോബിക് റെസ്പിറേഷൻ, ഗ്ലൈക്കോളൈസേസ്, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതായത് നമ്മുടെ TCA സൈക്കിൾ, പിന്നെ നമ്മുടെ ETC അല്ലേ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കാറ്റബോളിസം, അതായത് അനാബോളിസം, കാറ്റബോളിസം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫോട്ടോസിന്തസിസ് ഇൻ ബാക്ടീരിയ. ഓക്കെ, എനേറോബിക് റെസ്പിറേഷൻ പഠിക്കാനുണ്ട്. അതിൽ ഫെർമെൻറ്റേഷൻ, ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ബൈ ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, മെഥനോജനിക് ബാക്ടീരിയ, അസറ്റോബാക്ടർ, അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ മെറ്റബോളിസം ഇൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് മെറ്റബോളിക് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ, നമ്മുടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഒക്കെ ഇതിൽ വരും. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ലൈക്കൻസ്, മൈക്കോറൈസെ, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കണം ഇവിടെ. പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഡിസീസ് ഓഫ്
ഹ്യൂമൻസ് അത് നമുക്ക് എയർബോൺ ബാക്ടീരിയൽ ഡിസീസ്, ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സ്ട്രെപ്റ്റോകോക്കൽ, ട്യൂബർകുലോസിസ്, ന്യൂമോകോക്കൽ ന്യൂമോണിയ, ക്ലെപ്സില ന്യൂമോണിയ, അതുപോലെ തന്നെ ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ഇൻടോക്സിക്കേഷൻ. അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ബോട്ട്ലിസം, സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്, ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? ടൈഫോയിഡ്, സാൽമണലോസിസ്, കോളറ, ഷിജല്ലോസിസ്, ഈകോളൈ. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് സോയിൽ ബോൺ ബാക്ടീരിയൽ ഡിസീസ്, ആന്ത്രാക്സ്, ടെക്ടനസ്, ലെപ്റ്റോസ്പൈരോസിസ്, വൈറൽ ഡിസീസ് ഓഫ് ഹ്യൂമൻസ്. അതിൽ നമ്മുടെ ഇൻഫ്ലുവൻസ, അഡനോ വൈറൽ ഇൻഫെക്ഷൻസ്, റൈനോ വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ നമ്മുടെ ഡെർമാറ്റോ വൈറൽ ഡിസീസസ് ഇഷ്ടംപോലെ, ഹെർപ്പസ് സിംപ്ലെക്സ്, ചിക്കൻ പോക്സ്, മീസൽസ്, റുബല്ല, പിന്നെ അതുപോലെ തന്നെ വിസറോട്രോഫിക് വൈറൽ ഡിസീസ്. അതിൽ നമുക്ക് യെല്ലോ ഫീവർ, ഡെങ്കി ഫീവർ ഒക്കെ ഉണ്ട്. പിന്നെ ന്യൂട്രോട്രോപ്പിക് വൈറൽ ഡിസീസ്, അതായത് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, റേബീസ്, പോളിയോ ഒക്കെ. ഓക്കെ, ഇനി നമ്മുടെ മോഡ്യൂൾ 4. നമുക്ക് 10 മോഡ്യൂളുണ്ട്. നമ്മൾ മോഡ്യൂൾ 4 ആയിട്ടുള്ളൂ അല്ലേ? മോളിക്കുലാർ ബയോളജി. നമുക്ക് കുറേ പഠിക്കാനുണ്ട്, പക്ഷേ മാർക്ക് കുറച്ചേ ഉള്ളൂ അല്ലേ? ഇത് 2 മാർക്കേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ DNA, റെപ്ലിക്കേഷൻ ഓഫ് DNA, അതായത് നമ്മുടെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ അവരുടെ റെഗുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പഠിക്കണം നമുക്ക്. അതായത് എന്തൊക്കെ അതിൽ വരുന്നുണ്ടോ അത് ഫുള്ള് പഠിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ഇൻ ബാക്ടീരിയൽ ക്രോമസോംസ്, അതായത് നമ്മുടെ പ്ലാസ്മിഡും, പലതരത്തിലുള്ള പ്ലാസ്മിഡും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പഠിക്കണം. ഓക്കെ, നമുക്ക് മാർക്ക് ആകെ 2 മാർക്കേ ഉള്ളൂ അല്ലേ? അതിന് നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ബാക്ടീരിയൽ റീകോമ്പിനേഷൻ പഠിക്കാനുണ്ട്, കോഞ്ചുഗേഷൻ. അതിൽ തന്നെ നമുക്കിപ്പോൾ ഇഷ്ടം പോലെ പലതരത്തിലുള്ള കോഞ്ചുഗേഷൻ വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട്, ട്രാൻസ്ഡക്ഷൻ വരുന്നുണ്ട്. ട്രാൻസ്ഡക്ഷനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ ലൈറ്റിക്, ലൈസോജനിക്, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ വെക്ടേഴ്സിൻ്റെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്ടീരിയൽ റീകോമ്പിനേഷൻ ആൻഡ് ട്രാൻസ്ഫറബിൾ ഡ്രഗ് റെസിസ്റ്റൻസ്. ഓക്കെ, RDNA ടെക്നോളജി നമുക്ക് വേറെ വരുന്നുണ്ട്, എന്നാലും ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മോഡ്യൂൾ 5 ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോ ടെക്നോളജി. ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യനേ വരികയുള്ളൂ അല്ലേ? 2 മാർക്കേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഫുള്ള് പഠിക്കണം. ഓർഗൻ ആൻഡ് സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, പിന്നെ നമ്മുടെ ഇന്നേറ്റ് ആൻഡ് സ്പെസിഫിക് ഓർ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഓർഗൻസ്, ടിഷ്യൂ, സെൽസ്, അതായത് ഇമ്മ്യൂണിറ്റിയിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് അതെല്ലാം ഉണ്ട് അല്ലേ? ഇമ്മ്യൂണോജൻസ്, ഹാപ്റ്റൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ, പിന്നെ അഗ്ലൂട്ടിനേഷൻ, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ. അതായത് പല ടെക്നിക്സ് വരുന്നുണ്ടല്ലോ, നമ്മുടെ എലൈസ, റിയ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ പഠിക്കണം. പ്രൊഡക്ഷൻ ഓഫ് പോളിക്ലോണൽ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, നമ്മുടെ ഹൈബ്രിഡോമ ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് ടെക്നോളജി പഠിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ പല വേരിയേഷനൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ ഇമ്മ്യൂണിറ്റി ടു ഇൻഫെക്ഷൻസ് ഓഫ് ഡിസീസ്, അത് നമുക്ക് പഠിക്കണം. ഇവിടെ തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കണം. വാക്സിൻസ് പഠിക്കാനുണ്ട്. ഓരോ ഇപ്പോൾ ബാക്ടീരിയൽ ഡിസീസിലും വൈറൽ ഡിസീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്സിൻ ഏതാണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഹാഷിമോട്ടോ തൈറോയിഡിറ്റീസ്, മയാസ്റ്റേനിയ ഗ്രാവിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, പെർനിഷ്യസ് അനീമിയ, ആസ്മ ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ മോഡ്യൂൾ 6 അതേതാണ്? റീകോമ്പിനൻ്റ് RNA ടെക്നോളജി, 2 മാർക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഫുള്ള് റീകോമ്പിനൻ്റ് RNA ടെക്നോളജി പഠിക്കണം, ഈ 2 മാർക്ക് കിട്ടണമെങ്കിൽ. ഓക്കെ, അതാണ് നമ്മുടെ ഈ ബയോടെക്നോളജി മോഡ്യൂളിൻ്റെ ഒരു പ്രത്യേകത. കുറേ പഠിക്കാനുണ്ട്, മാർക്ക് ഇച്ചിരിയേ ഉള്ളൂ അല്ലേ? അവർ ഈ ഒരു 25 മാർക്കിന് വേണ്ടിയിട്ട് 10 മോഡ്യൂളാണ് ഇട്ടേക്കുന്നത്, കുറച്ച് കൂടിപ്പോയി. ടൂൾസ് ഓഫ് DNA ടെക്നോളജി അല്ലേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻഡോന്യൂക്ലിയസ്, എൻസൈം യൂസ്ഡ് ഇൻ റീകോമ്പിനൻ്റ് DNA ടെക്നിക് അല്ലേ? നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം പഠിക്കണം. പിന്നെ നമുക്ക് വെക്ടറി എല്ലാം നമുക്ക് പഠിക്കാറുണ്ട് അല്ലേ? നമ്മുടെ PBR 322 തൊട്ട് എല്ലാം നമുക്ക് പഠിക്കണം അല്ലേ? M13ഉം നമ്മുടെ ഫേജ്മിഡും കോസ്മിഡും ആർട്ടിഫിഷ്യൽ ക്രോമസോംസും എല്ലാം നമുക്കിവിടെ പഠിക്കാറുണ്ട് RDNA ടെക്നോളജിയിൽ. പിന്നെ നമുക്ക്
ഷട്ടിൽ വെക്റ്റർ ഫോർ ആനിമൽ ആൻഡ് പ്ലാന്റ്സ്, മമേലിയൻ വെക്റ്റർ, പിന്നെ നമ്മുടെ ജീൻ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA, ഹോസ്റ്റ് സെൽസ് എന്താണ്, കോമ്പിറ്റൻറ്റ് സെൽസ് എന്താണ്, ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ, സ്ക്രീനിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് പുതിയ ട്രാൻസ്ഫോംഡ് സെൽസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്ക്രീനിങ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ വേരിയസ് മെത്തേഡൊക്കെ ഉണ്ട്, അത് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ, വെക്റ്റർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, അതെല്ലാം നമുക്ക് പഠിക്കാം. പിന്നെ നമ്മുടെ മോളിക്കുലാർ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ് ഉണ്ടല്ലോ, നമ്മുടെ RFLP, AFLP, RAPD, സദേൺ ഹൈബ്രിഡൈസേഷൻ, പിന്നെ നമ്മുടെ PCR, ജീനോം സീക്വൻസിങ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, പിന്നെ നമ്മുടെ നോർത്തേൺ ഹൈബ്രിഡൈസേഷൻ, മൈക്രോ അറേ, ട്രാൻസ്ജനിക് ഓർഗാനിസംസ്, അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. കൂടാതെ നമ്മുടെ ബയോസേഫ്റ്റി, എത്തിക്സ് ഒക്കെ പഠിക്കണം. ഇനി മോഡ്യൂൾ 7 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫുഡ് ബയോടെക്നോളജി. ഇൻഡസ്ട്രിയൽ കുറച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ വരുന്നതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രി, ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസം, സ്ക്രീനിങ് ആൻഡ് ഐസൊലേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് കെമിക്കൽസ്, മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് ആൻഡ് അതർ ഓർഗാനിക് ആസിഡ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ 4 മാർക്കാണ്. ഓക്കെ, 4 മാർക്കുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതിൽ 2 മാർക്കേ ഉള്ളൂ, ഇവിടെ 4 മാർക്കുണ്ട്. പിന്നെ നമ്മുടെ ഫെർമെൻറ്റേഷൻ, അപ്പോൾ അതിൽ വേരിയസ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ലബോറട്ടറി സ്കെയിൽ ബയോളജിക്കൽ പ്രോസസ്സിൽ വരുന്ന സ്കെയിലപ്പ് ഓഫ് ബയോളജിക്കൽ റിയാക്ഷൻസ്, അതെല്ലാം നമുക്ക് പഠിക്കണം. പലതരത്തിലുള്ള ബയോ റിയാക്ടർ, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ ഫുഡ് മൈക്രോബയോളജിയാണ് വരുന്നത്, മൈക്രോബ്സ് ഓഫ് ഫുഡ് ആൻഡ് ഫെർമെൻറ്റഡ് ഫുഡ്. അതിൽ എല്ലാത്തിലും ഇപ്പോൾ കേഡ്, വീറ്റ്, റൈസ് ഫ്ലോർ, മീറ്റ്, ഫിഷ്, പോൾട്രി, എഗ്, ബ്രെഡ്, ബേക്കറി പ്രോഡക്റ്റ്, എല്ലാത്തിലും എന്തൊക്കെയാണുള്ളത് പ്രശ്നങ്ങൾ അല്ലേ. ഗ്രെയിൻസ്, മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ് സ്പോയിലേജ്, ടൈപ്പ് ഓഫ് സ്പോയിലേജ്, ക്യാനിങ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡ് ഫുഡിൽ വരുന്ന മൈക്രോബ്സ്, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പ്രിസർവേഷൻ, പിന്നെ മൈക്കോടോക്സിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അത് പിന്നെയും വന്നിട്ടുണ്ട് സിലബസിൽ. ഇനി മൈക്രോ ഓർഗാനിസംസ് ആസ് ഫുഡ് ആൻഡ് ഫുഡ് സപ്ലിമെൻറ്റ്, അപ്പോൾ നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ്, അതിൽ നിന്ന് എക്സാമ്പിൾ വരാൻ സാധ്യതയുണ്ട് എപ്പോഴും. പിന്നെ മൈക്രോ ആൽഗി, സിംഗിൾ സെൽ പ്രോട്ടീൻ, എഡിബിൾ മഷ്റൂംസ്, മൈക്രോബ്സ് ഇൻ ഡയറി ഇൻഡസ്ട്രി, ഡയറി പ്രോഡക്റ്റിൽ നിന്നൊക്കെ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. മൈക്രോബിയൽ പ്രോസസ്സിംഗ് ഓഫ് ഫുഡ്, എൻസൈംസ് ഇൻ ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ആൻഡ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സബ്സ്ട്രേറ്റ് ഫോർ ഫെർമെൻറ്റേഷൻ, സോളിഡ് സ്റ്റേറ്റ് ഫെർമെൻറ്റേഷൻ, പ്രൊഡക്ഷൻ ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻസ്, മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ്. പിന്നെ നമ്മുടെ മൈക്രോബയോ എന്ന് പറയുന്നത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എപ്പോഴും. ഓക്കെ, നമ്മുടെ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സ് ഒക്കെ നമ്മളിവിടെ പഠിക്കണം. അപ്പോൾ 4 മാർക്കിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയാണ് നമ്മുടെ മോഡ്യൂൾ 8 എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി, 4 മാർക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എക്കോസിസ്റ്റം എന്താണ്, ബയോഡൈവേഴ്സിറ്റി എന്താണ്, ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഒക്കെ പഠിക്കണം. പിന്നെ നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ്, കമ്മ്യൂണിറ്റി വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, എഫക്റ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് ഇൻ എൻവയോൺമെൻറ്റ്, പിന്നെ ഏതൊക്കെയാണ് പലതരത്തിലുള്ള പൊല്യൂഷൻ, ഓർഗാനിക് ലോഡ് ഇൻ അക്വാറ്റിക് സിസ്റ്റം നമ്മൾ BOD COD ഒക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ മൈക്രോബിയൽ ക്വാളിറ്റി ഓഫ് വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്, അത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് സിലബസിൽ, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ബയോ റെമിഡിയേഷൻ, ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്, ഹെർബിസൈഡ് എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത്, അതിനു മുമ്പ് ഏതൊക്കെയാണ് പെസ്റ്റിസൈഡ്, ഏതൊക്കെയാണ് ഹെർബിസൈഡ്സ്, അതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. പൊളൂട്ടൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കണം അല്ലേ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബയോ റെമിഡിയേഷനൊക്കെ പഠിക്കാനുള്ളത്. പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്, നമുക്ക് ബാസിലസ് തുറിഞ്ചൻസിസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ബയോ ഹെർബിസൈഡ്സ് ഉണ്ട്. ഓക്കെ, ബയോ പെസ്റ്റിസൈഡ്സ്, ബയോ ഹെർബിസൈഡ്സ്, ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കണം. പ്ലാന്റ്സ് used in metal remediation, plants and algae used in phytoremediation and their mechanisms. പിന്നെ അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഴ്സും നൈട്രജൻ ഫിക്സേഷൻ, മൈക്രോറൈസ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏരിയ നമ്മുടെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ് അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യനേ വരുള്ളൂ, അത് ഈസി ആയിരിക്കും. പിന്നെ ബയോമാസ് എന്താണ്, യൂട്ടിലൈസേഷൻ ഓഫ് ബയോമാസ് ആസ് എനർജി സോഴ്സ്, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂവൽസ് ഫ്രം ബയോമാസ്. അപ്പോൾ ഇവിടെ നമുക്ക് ബയോഗ്യാസ് ആൻഡ് മെത്തനോജനിക് ബാക്ടീരിയയും മൈക്രോബിയൽ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ, മെഥനോൾ, കെമിക്കൽസ് ഫ്രം ബയോമാസ് ആൻഡ് അഗ്രികൾച്ചറൽ വേസ്റ്റ്, ഗ്യാസ് ഹോൾ എക്സ്പെരിമെൻ്റ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ സോളാർ എനർജി കൺവേർട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പ്ലാന്റ് ബേസ്ഡ് പെട്രോളിയം ഇൻഡസ്ട്രി, സെല്ലുലോസ് ഡീഗ്രഡേഷൻ ഫോർ കമ്പസ്റ്റബിൾ ഫ്യൂവൽസ്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക. പിന്നെ ബയോളീച്ചിങ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻ വരും. എൻറിച്ച്മെൻറ്റ് ഓഫ് ഓട്സ് ബൈ മൈക്രോ ഓർഗാനിസംസ്, ഓക്കെ, അതായത് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മിനറലൈസേഷൻ, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ അതുപോലെ തന്നെ ബയോ അസസ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി, ഇതാണ് നമ്മുടെ മോഡ്യൂൾ 8 വരുന്നത്. ഓക്കെ, അപ്പോൾ മോഡ്യൂൾ 8-ന് എത്ര മാർക്കായിരുന്നു? മോഡ്യൂൾ 8-ന് 4 മാർക്കായിരുന്നു. ഓക്കെ, അത് പഠിക്കാം. പിന്നെ പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി, ഇവിടെയും കൂടുതൽ പഠിക്കാറുണ്ട്, പക്ഷെ നമുക്ക് 2 മാർക്കേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്ലാന്റ് ബയോടെക്നോളജി, എന്താണ് ആനിമൽ ബയോടെക്നോളജി, അതിലുള്ള എല്ലാം പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എല്ലാം പഠിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റർ തൊട്ട് നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റർ, അതായത് ടിഷ്യൂ കൾച്ചർ മീഡിയയിൽ എന്തൊക്കെയുണ്ട്, അതിൻ്റെ കമ്പോണൻസ്, പിന്നെ കാലസ് കൾച്ചർ, സെൽ സസ്പെൻഷൻ കൾച്ചർ, ഓർഗൻ കൾച്ചർ, റൂട്ട് കൾച്ചർ, അങ്ങനെ എംബ്രിയോ കൾച്ചർ, ആന്തർ കൾച്ചർ, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓഫ് പ്ലാന്റ്സ്, നമ്മുടെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഓരോന്നിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, നമ്മുടെ ട്രാൻസ്ജനിക് ക്രോപ്സ്, അത് എന്തൊക്കെ ഇമ്പാക്റ്റാണ് വരുത്തുന്നത് ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ഹോർട്ടിക്കൾച്ചർ. പിന്നെ അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ ആപ്ലിക്കേഷനാണ് വരുന്നത്, ബയോ ഫാമിംഗ്, പിന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ട്രാൻസ്ജനിക് പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ എഡിബിൾ വാക്സിനിൽ നിന്നൊക്കെ നേരത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡിസീസ് റെസിസ്റ്റൻറ്റ്, സോൾട്ട് ടോളറൻറ്റ്, പെസ്റ്റ് റെസിസ്റ്റൻറ്റ്, പിന്നെ സ്ട്രെസ് ടോളറൻറ്റ് ക്രോപ്പ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്, പിന്നെ മെറ്റബോളിക് എഞ്ചിനീയറിംഗ് ഓഫ് പ്ലാന്റ്സ് ഫോർ എൻഹാൻസ്ഡ് ആൻഡ് കൺട്രോൾഡ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ് പ്രോഡക്ട്സ് ഒക്കെ പഠിക്കാറുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ആനിമൽ സെൽ കൾച്ചർ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ദ യൂസസ് ഓഫ് ആനിമൽ കൾച്ചർ, എന്താണ് ആനിമൽ സെൽ കൾച്ചർ, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ ഓഫ് ക്ലോൺഡ് പ്രോട്ടീൻസ് ഇൻ ആനിമൽ സെൽസ്, പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് ഇൻ ആനിമൽ സെൽസ്, അതായത് നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ പറ്റിയൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ ആ ഒരു അതിൻ്റെ യൂസസും കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇനി മോഡ്യൂൾ 10 എന്ന് പറയുന്നത് എന്താണ്? ബയോ ഇൻഫോർമാറ്റിക്സ്, 1 മാർക്കാണ്. മിക്കപ്പോഴും ഏത് ഡേറ്റാബേസ് എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. നമുക്ക് കുറേ ഡേറ്റാബേസും അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ചിലപ്പോൾ ഇവിടുന്ന് നമുക്ക് റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ബയോ ഇൻഫോർമാറ്റിക്സ് എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയാണ് ബയോടെക്നോളജിയിലുള്ള 25 മാർക്കിന് വരുന്ന നമ്മുടെ സിലബസ്. എത്ര മോഡ്യൂളുണ്ട്? 10 മോഡ്യൂളുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കെമിസ്ട്രിയിലും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസിലും എന്തൊക്കെ നമുക്ക് പഠിക്കണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രിയിൽ നമുക്ക് 25 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 25 മാർക്കിന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? ആദ്യത്തെ 2 പാർട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്, ക്വാണ്ടം മെക്കാനിക്സ് ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, അതും കോർഡിനേഷൻ കെമിസ്ട്രി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നോക്കാനുണ്ട്, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നോക്കാനുണ്ട്, പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, വേവ് ഫംഗ്ഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ, വൈബ്രേഷൻ മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് പഠിക്കണം, മോളിക്കുലർ ഓർബിറ്റൽ തിയറി, ബേസിക് സെറ്റ്, STO, GTO, ഹൈബ്രിഡൈസേഷൻ, സ്പെക്ട്രോസ്കോപ്പിക് ടേംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിരുന്നു കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന്. എന്തൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്? ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര, ടേം സിംബൽസ്, ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് കോംപ്ലക്സസ്, ഓർഗൽ ഡയഗ്രാം, ടെനാബെ-സുഗാനോ ഡയഗ്രാം, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സസ്, മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്. ഇത്രയാണ് നമുക്ക് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്കി സബ്ജക്റ്റുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു 4 മാർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് MSc ലെവൽ കെമിസ്ട്രി തന്നെ പഠിക്കണം, കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു എക്സാമിന് എത്ര സ്കോർ ചെയ്യേണ്ടി വരും? നമുക്ക് മിക്കപ്പോഴും ഒരു 75, 76 ആ ഒരു 80ക്ക് താഴെ ആയിരിക്കും മിക്കപ്പോഴും ഒരു ടോപ്പ് മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാവുന്ന അത്രയും നമുക്ക് പഠിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് നമുക്ക് വിട്ടാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ബാക്കി ഏരിയയിൽ നിന്ന് എന്ത് വന്നാലും നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് മേടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സുകാരുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മൈക്രോബയോളജി പഠിച്ച കുട്ടികൾക്കും ബയോടെക്നോളജിക്കാർക്കൊക്കെ ചിലപ്പോൾ, അതുപോലെ തന്നെ ലൈഫ് സയൻസിലുള്ള ആളുകൾക്ക് ഈ ഒരു 4 മാർക്കിൻ്റെ ഏരിയ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പഠിച്ചെടുക്കാനുള്ള നിങ്ങൾക്ക് സമയവും അതുപോലെ തന്നെ കുറച്ചും കൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2 ഏരിയ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അനലിറ്റിക്കൽ കെമിസ്ട്രി. അതൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്. നമുക്കതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ടൈട്രോമെട്രിക്, ഗ്രാവിമെട്രിക്, കളറിമെട്രിക് അനാലിസിസ്, പിന്നെ ടൈപ്പ് ഓഫ് എറർ, ആക്യുറസി ആൻഡ് പ്രിസിഷൻ, അതൊക്കെ വരാറുണ്ട് കേട്ടോ. എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമുക്ക് എപ്പോഴും ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഈ അനലൈറ്റിക്കൽ പാർട്സിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. UV, IR, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ. ഓക്കെ, ഇനി സെപ്പറേഷൻ ടെക്നിക്സ്, അതിൽ ക്രൊമാറ്റോഗ്രഫി വരുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ അയൺസ് ആൻഡ് ഓർഗാനിക് സ്പീഷ്യസ് ഫ്രം അക്യൂസ് സൊല്യൂഷൻസ്. അപ്പോൾ ഏത് നമ്മൾ കോമ്പൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അതിൻ്റെ സെപ്പറേഷൻ വേണ്ടത്, അതനുസരിച്ച് ആ എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ കുറച്ച് വേരിയേഷൻ വരും. അപ്പോൾ അതിന് നമുക്ക് ക്രൊമാറ്റോഗ്രഫിയുടെ മുമ്പ് വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇനി ഇൻസ്ട്രുമെൻ്റൽ ടെക്നിക്സ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? AAS, എക്സ്റേ ഫ്ലൂറസെൻസ് ആൻഡ് GC ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറെ പഠിക്കാനുള്ള എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്, ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി. ഇത് നമുക്ക് ഈസിയാണ്. ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്, സീറ്റ പൊട്ടൻഷ്യൽ, മെത്തേഡ്സ് ഓഫ് മോളിക്കുലാർ മാസ് ഡിറ്റർമിനേഷൻ, സർഫാക്റ്റൻ, മിസലെ ഫോർമേഷൻ, CMC, എമൾസിഫിക്കേഷൻ ഒക്കെയാണ് ഈ ഏരിയയിലുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ അഡ്സോർപ്ഷനും വലിയ കുഴപ്പമൊന്നുമില്ല. ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അഡ്സോർപ്ഷൻ, ഐസോതെർംസ്, ഫ്രോഡ്-ലേക്ക്, ലാംഗ്മ്യൂർ, ബെറ്റ് ആൻഡ് ഗിബ്സ് അബ്സോർപ്ഷൻ ഐസോതെർംസ് ഒക്കെ പഠിക്കാനുണ്ട്. മെഷർമെൻറ്റ് ഓഫ് സർഫസ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അഡ്സോർപ്ഷൻ ബിഹേവിയേഴ്സ് ഓഫ് പോറസ് മെറ്റീരിയൽസ്, തിയറി ഓഫ് സർഫസ് റിയാക്ഷൻ, മോളിക്കുലാർ സീവ്സ്, മൈക്രോപോർ അനാലിസിസ്, മോർഫോളജി ആൻഡ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സെം, ടെം, AFM, HRTEM അനാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, HRTEMൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നീഡ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഗ്രീൻ സോൾവൻസ് ഏതൊക്കെയാണ്, അതായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ മൈക്രോവേവ് ആൻഡ് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻസ്, എൻസൈംസ് ആസ് കാറ്റലിസ്റ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കെമിസ്ട്രി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്തത് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിൽ വരേണ്ട ആളുകളാണ് നമ്മുടെ കെമിസ്ട്രി പോർഷനിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അല്ലേ. അതായത് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് കുറച്ച് ഈസിയാണ്. കെമിസ്ട്രി കുറച്ചേ പഠിക്കാനുള്ളൂ. ഇവിടെ നമുക്ക് എൻവയോൺമെൻറ്റൽ സെഗ്മെൻറ്റ്സിനെ പറ്റി പഠിക്കണം. ഓക്സിജൻ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, ടോക്സിക് കെമിക്കൽസ് ഇൻ എൻവയോൺമെൻറ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഒക്കെ പഠിക്കണം. എയർ പൊല്യൂഷൻ, പലതരത്തിലുള്ള പൊള്യൂട്ടൻസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോട്ടോകോൾസ്, അതെല്ലാം നമ്മൾ നോക്കണം. എഫക്റ്റ് ഓഫ് ഹൈഡ്രോ കാർബൺ, സ്മോക്ക് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, സൾഫർ, കാർബൺ ഓൺ ഹ്യൂമൻ ആൻഡ് പ്ലാന്റ് സിസ്റ്റം, കൺട്രോൾ മെത്തേഡ്സ് ഓഫ് എയർ പൊല്യൂഷൻ. ഇനി അതുപോലെ തന്നെ നമുക്ക് സോയിൽ പൊല്യൂഷൻ, എന്താണ് സോയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. സോയിൽ ഫോർമേഷൻ, സോയിൽ അസിഡിഫിക്കേഷൻ, ലൈമിംഗ് ഓഫ് സോയിൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ്, ലാൻഡ് ഫിൽ, കൺട്രോൾ ഓഫ് സോയിൽ പൊല്യൂഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ, സോഴ്സസ്, യൂട്രോഫിക്കേഷൻ എന്താണ്, DO എന്താണ്, BOD എന്താണ്, COD എന്താണ്, വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആൻഡ് ദെയർ ഡിറ്റർമിനേഷൻ, സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്താണ്, പ്രിൻസിപ്പിൾ
ആൻഡ് മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ ഫ്രം വാട്ടർ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് അത്യാവശ്യമാണ്, അത് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ തെർമൽ ആൻഡ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, അതിൻ്റെ സോഴ്സസ്, കൺട്രോൾ ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ ആൻഡ് തെർമൽ പൊല്യൂഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ എഫക്റ്റ് എന്തൊക്കെയാണ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ്റെ എഫക്റ്റ്, ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് റേഡിയേഷൻ, പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നോയിസ് പൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കെമിക്കൽ ടോക്സിക്കോളജി, ഏതൊക്കെ നമ്മുടെ കെമിക്കൽസ് ആണ് ഉള്ളത്, പൊളൂട്ടൻസ് ആണ് ഉള്ളത്, അതെല്ലാം നമ്മൾ പഠിക്കണം. ടോക്സിക് കെമിക്കൽസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ഓരോന്നിൻ്റെയും എഫക്റ്റ് ഓഫ് ഓരോന്നിൻ്റെയും പ്രശ്നങ്ങൾ, എഫക്റ്റ് ഓഫ് ടോക്സിക് കെമിക്കൽസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദെയർ ബയോകെമിക്കൽ എഫക്റ്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഇത്രയാണ് കെമിസ്ട്രി വരുന്നത്. അപ്പോൾ കെമിസ്ട്രി നിങ്ങൾ നോക്കിയേ, കെമിസ്ട്രിയിൽ നമുക്ക് ഏകദേശം 10 മാർക്ക് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ തന്നെയാണ് വരുന്നത്, കണ്ടോ. ബാക്കി ഒരു 15 മാർക്ക് മാത്രമേ നമുക്ക് ഏതിൽ നിന്ന് വരുന്നുള്ളൂ, കെമിസ്ട്രി കോർ എന്ന് പറയാം. അതിൽ ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നതും എന്താണ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി തന്നെയാണ് വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് പറയാം അഡ്സോർപ്ഷൻ, അതുപോലെ തന്നെ കൊളോയിഡ്സ്, അങ്ങനെ അനലിറ്റിക്കൽ കെമിസ്ട്രി, പിന്നെ കുറച്ച് കോറായിട്ടുള്ള ഏരിയ മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കെമിസ്ട്രിക്ക് 25 മാർക്കാണെങ്കിലും 15 മാർക്കാണ് പ്യുവർ കെമിസ്ട്രി വരുന്നത്, ബാക്കി 10 മാർക്കും എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയാണ്. ഓക്കെ, അത് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതിൽ 15 മാർക്കിൽ തന്നെ നമുക്കിവിടെ ഒരു 4 മാർക്കിൻ്റെ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതുള്ളൂ. അതായത് ലൈഫ് സയൻസുകാർക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. ഓക്കെ, പക്ഷേ കെമിസ്ട്രി കുട്ടികളുടെ കാര്യം ഓർത്തേ, അവർ ബാക്കി മൈക്രോബയോളജിയൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അതായത് അവർക്ക് മൈക്രോബയോളജി പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി എന്തുകൊണ്ട് പഠിച്ചുകൂടാ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വിചാരിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് മാക്സിമം പഠിച്ച് നേടിയെടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും. ഓക്കെ, പഠിക്കാൻ ഒരു മനസ്സുണ്ടാവണം, പിന്നെ കറക്റ്റായിട്ടുള്ള പഠിപ്പിച്ച് തരാനുള്ള ആളുകളും വേണം, അല്ലേ? എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈപ്രോയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്, AS-ൻ്റെയും അതുപോലെ തന്നെ JSAയുടെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് എൻവയോൺമെൻറ്റൽ സയൻസ്, ലൈഫ് സയൻസ് നോക്കാം. ഓക്കെ, അതായത് എൻവയോൺമെൻറ്റ് സയൻസ് ആണ് ഇവിടെ വരുന്നത്, ലൈഫ് സയൻസ് എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. അതായത് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ തന്നെയാണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മോഡ്യൂൾ 1 വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, സ്റ്റോഷിയോമെട്രി, ഗിബ്സ് എനർജി, കെമിക്കൽ പൊട്ടൻഷ്യൽ, കെമിക്കൽ കൈനറ്റിക്സ്, കുറച്ച് കെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയ, സൊലബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ, കാർബണേറ്റ് സിസ്റ്റം, അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, റേഡിയോ ഐസോട്ടോപ്സ്, ഡിസോസിയേഷൻ ഓഫ് വാട്ടർ, അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ നമ്മുടെ കൺസെപ്റ്റ് ഓഫ് pH ആൻഡ് POH, അതുപോലെ തന്നെ നമ്മുടെ pH, റിഡോക്സ് പൊട്ടൻഷ്യൽ, ടൈപ്പ് ഓഫ് ആസിഡ്, ബേസസ്, ബഫേഴ്സ്, ഇലക്ട്രോലൈറ്റ്, പിന്നെ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, pKa വാല്യൂ, ബഫേഴ്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹെൻഡേഴ്സൺ ആൻഡ് ഹെസൽബാക്ക് ഇക്വേഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്കുലർ ഇൻട്രാക്ഷൻസ് ഉണ്ട്, നോൺ കൊവാലൻ്റ് ഇൻട്രാക്ഷൻസ് ആൻഡ് കൊവാലൻ്റ് ഇൻട്രാക്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്. പിന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന നോർമാലിറ്റി, മൊളാലിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പെർസെൻറ്റേജ് സൊല്യൂഷൻസ്, മോൾ ഫ്രാക്ഷൻസ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? സിമ്പിൾ ന്യൂമറിക്കൽ വാല്യൂസ് ഫ്രം ദ എബോ, അതിൽ നിന്നുള്ള കാൽക്കുലേഷനൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്സ് പഠിക്കാനുണ്ട്, മാസ് ആൻഡ് എനർജി ട്രാൻസ്ഫർ അക്രോസ് വേരിയസ് ഇൻ്റർഫേസസ് പഠിക്കാനുണ്ട്, മെറ്റീരിയൽ ബാലൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, അതൊക്കെ ഈസിയാണ്. സെഡിമെൻറ്റേഷൻ, coagulation, flocculation, filtration, influence of ionization and molecular size on osmotic pressure, isotonic, hypertonic and hypotonic solutions, അതിൻ്റെ definition, examples, സൊല്യൂഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ട്രൂ സൊല്യൂഷൻ എന്താണ്, കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ കോഴ്സ് സസ്പെൻഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കണം. പിന്നെ ലയോഫിലിക്, ലയോഫോബിക് ഒക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കൊളോയിഡ്സിൻ്റെ ചാർജ് ഉണ്ടല്ലോ, അതനുസരിച്ചാണ് നമ്മൾ സെപ്പറേഷനൊക്കെ വരുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കണം. ടിൻഡാൽ എഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എമൾഷൻ ആൻഡ് എമൾസിഫയിങ് ഏജൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ഓസ്മോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐസോമെറിസം, ഇത്രയാണ് നമുക്ക്
പഠിക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളിൽ. ഇനി സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി ആണ് വരുന്നത്. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ന്യൂക്ലിയോടൈഡ് ക്ലാസിഫിക്കേഷൻ, ബേസിക് സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പഠിക്കണം. എൻസൈംസിനെ പറ്റി പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, നമ്മുടെ കാർബോഹൈഡ്രേറ്റും അമിനോ ആസിഡും പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കണം. ഡീനേച്ചർ ഓഫ് പ്രോട്ടീൻസും DNA പഠിക്കണം. പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് പഠിക്കണം. പോളിമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, കെമിസ്ട്രി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പോളിമേഴ്സ് പഠിക്കാനുണ്ട്, അതായത് നാച്ചുറൽ പോളിമേഴ്സ് പഠിക്കാനുണ്ട്, സെമി സിന്തറ്റിക് പഠിക്കാനുണ്ട്, സിന്തറ്റിക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കാനുണ്ട്. എക്സാമ്പിൾസ് ഫോർ അഡീഷൻ പോളിമേഴ്സ്, കണ്ടൻസേഷൻ പോളിമേഴ്സ്, ഇലാസ്റ്റോമേഴ്സ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്, തെർമോസെറ്റിക് പോളിമേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് റബ്ബർ, ബയോഡീഗ്രേഡബിൾ പോളിമേഴ്സ്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ PHB ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഡീടോക്സിഫിക്കേഷൻ ഓഫ് ടോക്സിക് കെമിക്കൽസ് ഇൻ അവർ ബോഡി പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോകെമിക്കൽ എഫക്റ്റ് ഓഫ് ഹെവി മെറ്റൽസ് ഓൺ ഹ്യൂമൻ ബോഡി, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് കെമിസ്ട്രിയിലും വരുന്നുണ്ട് അല്ലേ, ബയോകെമിക്കൽ എഫക്റ്റ് ഓഫ് ഹെവി മെറ്റൽസ് ഓൺ ഹ്യൂമൻ ബോഡി. ഓക്കെ, ഇനി മോഡ്യൂൾ 5 എന്ന് പറയുന്നത് കോമൺ മൈക്രോബ്സ് ഇൻ സോയിൽ, വാട്ടർ ആൻഡ് എയർ. അതെപ്പോഴും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, വന്നിട്ടുമുണ്ട്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് മൈക്രോബിയൽ കൺട്രോൾ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ദെയർ മെക്കാനിസം ഓഫ് ആക്ഷൻ. പിന്നെ കുറച്ച് മൈക്രോബയോളജി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ കൾച്ചർ മീഡിയ ഒക്കെ പഠിക്കാനുണ്ട്, ഡിഫറൻഷ്യൽ ആൻഡ് സെലക്റ്റീവ് മീഡിയ, ഇനോക്കുലേഷൻ ടെക്നിക്, നമ്മുടെ ബാക്ടീരിയൽ ഐഡൻറ്റിഫിക്കേഷൻ, മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് വാട്ടർ പ്യൂരിറ്റി, ഇൻഡിക്കേറ്റർ ഓർഗാനിസം, അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ക്വാളിറ്റി ആൻഡ് ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബയോഫിലിംസ് എന്താണെന്നൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസീസ് പഠിക്കാനുണ്ട്. മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി ഇൻ സോയിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ജിയോ കെമിക്കൽ റോൾ ഓഫ് സോയിൽ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സോഴ്സ് ഓഫ് എയർബോൺ ഓർഗാനിസംസ്, അതായത് നമ്മുടെ ഡിസീസിൽ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് എന്താണ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ എന്താണ്, ഫുഡ് ബോൺ മൈക്രോബിയൽ ഡിസീസ് പഠിക്കാനുണ്ട്. അതായത് ഫുഡ് മൈക്രോബയോളജി കുറച്ച് വരുന്നുണ്ട്, എന്നാലും ക്വസ്റ്റ്യൻസ് വരും, കുറച്ചേ വരുന്നെങ്കിലും നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് പോയില്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ കുറച്ചധികം പഠിച്ചാലേ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പോൾ PSC കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ എക്സാം ആണെങ്കിലും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതായത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു കഴിയണം. ഓക്കെ, നമുക്ക് പഠിച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് റിവിഷനുള്ള സമയം വേണം, നമുക്ക് ചിന്തിക്കാനുള്ള സമയം വേണം. ഓക്കെ, എന്നാൽ മാത്രമേ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് മൈക്രോബയോളജി പഠിക്കാനുണ്ട്, ഫുഡ് അഡൾട്രൻസ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, കോമൺ മൈക്രോബിയൽ ടോക്സിൻസും ഫംഗൽ ടോക്സിൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിൽ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇമ്പോർട്ടൻസ് ഓഫ് ബയോടെക്നോളജി, പേപ്പർ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ എങ്ങനെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം. പിന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, റോൾ ഓഫ് കമ്പോസ്റ്റിംഗ്, വെർമി കമ്പോസ്റ്റിംഗ്, അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഡിസ്പോസൽ ഓഫ് സോളിഡ് വേസ്റ്റ്, സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ആൻഡ് ഇറ്റ് മാനേജ്മെൻറ്റ്, ഇൻസിനറേഷൻ ഓഫ് സോളിഡ് വേസ്റ്റ്, വേസ്റ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷനും എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പോസൽ, പിന്നെ ഫ്ലൈ ആഷ്, അതിൻ്റെ സോഴ്സ്, പിന്നെ നമുക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, മിനമാത്ത ഡിസാസ്റ്റർ, ലവ് കനാൽ ഡിസാസ്റ്റർ, ഭോപ്പാൽ ഗ്യാസ് ഡിസാസ്റ്റർ, ചെർണോബൈൽ ഡിസാസ്റ്റർ, ഫുക്കുഷിമ ന്യൂക്ലിയർ ഡിസാസ്റ്റർ, പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ ഈ മെറ്റൽസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിസിറ്റി ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡിസീസ്, ഫ്ലൂറോസിസ്, ആർസിനിക്കോസിസ്, പിന്നെ കുറച്ച് വേറെ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് എക്കോളജി പഠിക്കാനുണ്ട്. എക്കോട്ടോൺ എന്താണ്, എഡ്ജ് എഫക്റ്റ് എന്താണ്, എക്കോളജിക്കൽ ഹാബിറ്റാറ്റ്, നിഷ്, അതൊക്കെ പഠിക്കാനുണ്ട്. എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. കമ്പോസിഷൻ ഓഫ് എയർ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ്, അയൺസ്, റാഡിക്കലൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലേറ്റ് മാറ്ററൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, തെർമോ കെമിക്കൽ ആൻഡ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ അറ്റ്മോസ്ഫിയർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ, ഓസോൺ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, അത് നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഫോട്ടോ കെമിക്കൽ സ്മോക്ക്, പർട്ടിക്കുലേറ്റ് എയർ പൊള്യൂട്ടൻ, സ്മോക്ക്, ഡസ്റ്റ്,
മിസ്റ്റ്, ഫ്യൂംസ് ആൻഡ് ദെയർ സോഴ്സസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ക്ലാസിക്കൽ ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ആസിഡ് റെയിൻ, ഓസോൺ ഹോളൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിൽ അവർ സിലബസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻവയോൺമെൻറ്റ് സയൻസിൽ അവരിങ്ങനെ ചവറ് പോലെയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പുറത്ത് നമുക്ക് കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതായിരുന്നു. ഇവിടെ ഇപ്പുറത്തതും അപ്പുറത്തതും എന്തോ ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സിലബസാണ് വന്നേക്കുന്നത്. പക്ഷേ അത് നമുക്ക് നീറ്റായിട്ട് പഠിക്കുമ്പോഴത്തേക്കും നമുക്കല്ലേ ഇത് ഇപ്പോൾ പറയുന്നത് അടുത്തത് തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, ചിലതൊക്കെ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പഠിക്കാനുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പഠിക്കാനുണ്ട്, ആസിഡ് റെയിൻ, ഓസോൺ ഹോൾ. ഇതൊക്കെ നിങ്ങൾ സിലബസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പുറത്തെ മോഡ്യൂളിലുള്ളത് ഇപ്പുറത്തെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, കെമിസ്ട്രിയിൽ പറയുന്നത് എൻവയോൺമെൻറ്റ് സയൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോയിൽ, എയർ, വാട്ടറൊക്കെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്. അത് എല്ലാത്തിലും വരുന്നുണ്ട്. ഓക്കെ, അസസ്മെൻറ്റ് ഓഫ് എയർ ക്വാളിറ്റി, എയർ സാനിറ്റേഷൻ, എയർബോൺ മൈക്രോബിയൽ ഡിസീസ്, അത് പിന്നീടും വന്നു. കണ്ടോ, എയർബോൺ ഡിസീസൊക്കെ പിന്നെയും വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വാട്ടർ ബോൺ ഡിസീസ് ഏതൊക്കെയാണ്, എയർബോൺ ഏതൊക്കെയാണ്, ഫുഡ് ബോൺ ഏതൊക്കെയാണ്, അതെല്ലാം തന്നെ നമുക്ക് പഠിക്കണം. പിന്നെ വാട്ടർ പൊല്യൂഷനിൽ ഏതൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അത് പഠിക്കണം. പിന്നെ അതിൽ വാട്ടറിൽ എന്തൊക്കെ കെമിക്കൽസ് വരുന്നുണ്ട് പൊള്യൂട്ടൻ്റ് ആയിട്ടുള്ളത്, അതെങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണം, അത് നമുക്ക് പഠിക്കാനുണ്ട്. യൂട്രോഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ബയോ സെൻസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോയിൽ പൊല്യൂഷൻ, പെസ്റ്റിസൈഡ്സ് ആൻഡ് ടൈപ്പ്, ഹെർബിസൈഡ്സ് ആൻഡ് ടൈപ്പ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതായത് പൊള്യൂട്ടൻ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാം തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ബയോഡീഗ്രഡേഷൻ ഓഫ് ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ്സ്, ഏതൊക്കെ മൈക്രോബ്സ് അതിൽ വരുന്നുണ്ട്, ബയോ ഇൻസെക്ടിസൈഡ് എന്താണ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. പിന്നെ മെഷർമെൻറ്റ് ഓഫ് ലെവൽ ഓഫ് പൊല്യൂഷൻ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ COD ഒക്കെ, സസ്പെൻഡഡ് സോളിഡ് എന്താണ്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അമോണിയാക്കൽ നൈട്രജൻ കണ്ടൻറ്റ്, പിന്നെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ, നോയിസ് പൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നോയിസ് സ്റ്റാൻഡേർഡ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ IUCN, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. എൻവയോൺമെൻറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഇതിൽ സിലബസിലുള്ളതും പിന്നെ ഇല്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി മോഡ്യൂൾ 5 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മൈക്രോബയോളജി വരുന്നുണ്ട്, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പ് വരുന്നുണ്ട്, കളറിമീറ്റർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ക്രൊമാറ്റോഗ്രഫി വരുന്നുണ്ട്, ഇലക്ട്രോഫോറസിസ് വരുന്നുണ്ട്, അതായത് നമ്മുടെ ബേസിക് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, ബ്ലോട്ടിംഗ് ടെക്നിക്, PCR, പിന്നെ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പി, പിന്നെ ഇവിടെ റേഡിയോ ആക്ടിവിറ്റി മെഷർമെൻറ്റ് വരുന്നുണ്ട്, ഓട്ടോ റേഡിയോഗ്രഫി എന്താണ് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോടെക്നോളജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് എങ്ങനെ അല്ലേ, ഇമ്പോർട്ടൻസ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ, അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബയോ റെമഡിയേഷൻ, പിന്നെ ബയോസോപ്ഷൻ, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ടു കൺട്രോൾ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എഴുതിയേക്കണം നോക്കിക്കൊള്ളണം. നമുക്ക് ഈ ഒരു സിലബസിൽ നിന്ന് അല്ലാത്തതും വരും അല്ലേ. അതുപോലെ തന്നെ ഈ സിലബസിൽ പറഞ്ഞേക്കുന്നത് എല്ലാം വരണമെന്നുമില്ല. അതായത് നമുക്ക് എത്രയാ, ഒരു 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലേ, നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് പഠിക്കണം. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ അത് വിട്ടാലും കുഴപ്പമില്ല. അതായത് നമുക്കൊരു 2 മാർക്കോ 4 മാർക്കിൻ്റെയോ ഒക്കെ ടോപ്പിക്ക് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ എന്താണ്, ബാക്കി ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന് എത്രത്തോളം ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, മിക്ക സ്റ്റുഡൻസും എന്താ ചെയ്യുന്നത്, അവർ സിലബസ് ഫുൾ അങ്ങ് പഠിക്കും. എന്നാൽ അതായത് സിലബസ് ഫുൾ അങ്ങ് പഠിക്കും അല്ലേ, അതായത് ഫുള്ള് എന്തെങ്കിലും ഒരു ഏരിയ വിട്ടാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സ്റ്റുഡൻസാണ് കൂടുതൽ. പക്ഷേ അവർ ഡീപ്പായിട്ട് പഠിക്കില്ല. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചു തീർക്കണം. എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയം കഴിഞ്ഞ ശേഷം നമുക്കൊരു 2.5 മാസം പഠിക്കാനുണ്ടാവും. അതിന് മുമ്പ് തന്നെ പഠിക്കണം. നമുക്ക് എങ്ങനെ വന്നാലും ഒരു 2-3 മാസമൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യാനും, അത് പഠിച്ചതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ചെടുക്കണ്ടേ. പഠിച്ചതെല്ലാം നമ്മൾ ലിങ്ക് ചെയ്യണം. ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
നമുക്ക് എങ്ങനെ ആൻസർ എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ പഠിച്ച് കഴിയണം. ഓക്കെ, നേരത്തെ പഠിച്ച് കഴിയണമെങ്കിൽ നേരത്തെ പഠിച്ച് തുടങ്ങണം.